അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു കേട്ടോ. ഒരുപാട് പേര് ഇപ്പോഴും നമുക്ക് കമൻറ്റ് സെക്ഷനിലായിക്കോട്ടെ, അതേപോലെ പേഴ്സണൽ മെസ്സേജ് ആയിക്കോട്ടെ ഒക്കെ വരുന്നൊരു കാര്യമാണ്. അശ്വത മാറണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മാറാനായിട്ട് കഴിയുന്നില്ല. മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീട്ടിലുള്ളവർ ബുദ്ധിമുട്ടാക്കുന്ന, അതേപോലെ ഫ്രണ്ട്സ്, അതേപോലെ സ്വന്തം മക്കൾ വരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ദിവസം അപായം ഇട്ടപ്പോൾ പ്രശ്നം ഉണ്ടായ കാര്യമൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഉമ്മാമ്മ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 60-62 വയസ്സിന് മേലെ ആവുന്നത് വരെ ഞാൻ ഇങ്ങനെയല്ലേ മോളെ ജീവിച്ചത്, അപ്പോൾ ഇനി ഞാൻ വീണ്ടും മാറുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കുന്നുണ്ട്, ഇത്രയും കാലം ഇല്ലാത്തതാണ് ഇപ്പോൾ ഈ അവസാന സമയത്ത് എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പേഴ്സണലി വിഷമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, 60 വയസ്സ് കാലം വരെ അള്ളാൻ്റെ മാർഗത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, ഇപ്പോൾ ഈ 62ാമത്തെ വയസ്സിൽ അമ്മമാർക്ക് പടച്ചോൻ ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. അപ്പം ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായത്. അവനവനും നന്നാവൂല, നന്നാവുന്നവരെ നന്നാവാൻ സമ്മതിക്കൂല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ ആര് തന്നെയാണെങ്കിലും മാറുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ മുന്നേ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ അകത്ത്, നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്നുള്ളത്. കാരണം മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം ആയിക്കോട്ടെ, മുസ്ലിം സ്ത്രീകളുടെ ഇബാദത്ത് ആയിക്കോട്ടെ, എല്ലാം എപ്പോഴും ഒരു ചർച്ചയ്ക്ക് വരുന്നൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ പുരുഷന്മാരെ പോലെ അത്രയും ഈസി അല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാറുക എന്നുള്ളത്. കാരണം അവരുടെ വസ്ത്രധാരണമൊക്കെ ചേഞ്ചസ് വരും. പിന്നെ നമസ്കാരത്തിനാണെങ്കിലും അവർ പുറത്താണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്ത് വേണ്ടി വരും, ആ പുറത്തുനിന്ന് നമ്മൾ നിസ്കരിക്കാനായിട്ട് മറ്റുള്ളവരോട് പറയേണ്ടി വരും, എനിക്ക് നമസ്കാരത്തിൻ്റെ സമയമായി അതുകൊണ്ട് ഞാൻ പോയി നിസ്കരിക്കട്ടെ എന്ന് പറയേണ്ടി വരും. പുരുഷന്മാരെ പോലെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഫർള് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിസ്കരിച്ചിട്ട് വരാം എന്ന് പറയുന്നത് പോലും, മറ്റുള്ളവരെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് പോലും വലിയ ഒരു ട്രോളിനൊക്കെ കാരണമാവും. ഇതുവരെ ഇല്ലാത്ത ഒരു മുസാഫിൻ്റെ നടുപേജ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പം നിങ്ങൾ ഇതൊക്കെ മുന്നേ കൂട്ടി പ്രിപ്പയർഡ് ആയിട്ട് വേണം, ഇതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം മാറാനായിട്ട് ആവാനായിട്ട് കേട്ടോ. ഇപ്പം അതായത് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ മുസ്ലിം സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ക്യാബിന് ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു. അനു, അതേപോലെ ലക്ഷ്മി, നമ്മുടെ അവിടെയുള്ള കുട്ടികൾ തന്നെയായിരുന്നു കേട്ടോ. ലക്ഷ്മി, പിന്നെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഒക്കെ നമുക്ക് ക്യാബിന് ഒഴിച്ച് തരലും നമസ്കരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒഴിച്ച് തരലും എല്ലാം ഉണ്ടായിരുന്നു. സാറുമാരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അതേസമയം മുസ്ലിംസിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരാം കേട്ടോ. അതായത് ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കണ്ടല്ലോ, നമസ്കാരം കഥാ വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ, അതിനിപ്പോൾ എന്താ, അങ്ങനത്തേക്ക് ഒരു കാഷ്വലായിട്ട് സംസാരം വരുന്നുണ്ടെങ്കിൽ കൂടുതലും മുസ്ലിം നാമധാരികളുടെ അടുത്തുനിന്നായിരിക്കും. എനിക്കങ്ങനെയാണ് പേഴ്സണലി അനുഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ നല്ലപോലെ പ്രഷർ വരും, നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് നല്ലപോലെ പ്രഷർ വരും. നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിത് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതൊന്ന് ആലോചിക്കുക. കാരണം നമ്മൾ നമ്മുടെ ജീവിതശൈലി മാറ്റുമ്പോൾ അത് പൊരുത്തപ്പെടാനായിട്ട്, അത് പൊരുത്തപ്പെടാനായിട്ട് ആളുകൾക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. നമ്മളെ നല്ലോണം ട്രോളും, നല്ലോണം കളിയാക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒട്ടും നന്നല്ലാത്ത ഒരു കാര്യം, അതായത് ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫാമിലിത്തെ ഒരു സ്വന്തം മോളെ പോലെ, അതിപ്പോഴും കുറേ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഉപദേശിച്ച് തരുന്ന, അതിഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ നിക്കാബി ആകുമ്പോൾ, ഹിജാബി ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ദീനിയായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അത് ദഹിച്ചോളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ നമ്മൾ മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓരോ ദിവസവും എഴുതി വെക്കുക, എൻ്റെ ലൈഫിൽ ഇന്ന് ഞാൻ എന്ത് ചേഞ്ചസ് കൊണ്ടുവന്നു, എന്ത് വ്യത്യാസമാണ് കൊണ്ടുവന്നത്, ആൻഡ് ആ ഒരു വ്യത്യാസം എൻ്റെ ലൈഫിനെ എങ്ങനെ സ്വാധീനിച്ചു, ഇനി ഞാൻ അടുത്ത ദിവസം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്, അത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങൾ മാറണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ആളുകളെയും ബോധിപ്പിച്ച്, എല്ലാ ആളുകളുടെയും തൃപ്തി വാങ്ങി, എല്ലാ ആളുകളുടെയും എന്താ പറയുക, പൊരുത്തം വാങ്ങിച്ച് എല്ലാവരും നിങ്ങളെ സമ്മതിച്ച ശേഷം മാത്രമേ നിങ്ങൾ മാറുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കേട്ടോ. കാരണം അങ്ങനെ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസം ഉണ്ടാവില്ല, അന്ന് നിങ്ങൾക്ക് മാറാനും പറ്റില്ല.
പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളുടെ അടുത്ത് ആരും ഒന്നും എതിര് പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ ഹിജാബ് ഇടുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഇടണ്ടാന്ന് പറയാത്ത ഒരൊറ്റ ദിവസമേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ മയ്യത്ത് പൊതിയുന്ന സമയമായിരിക്കും. നമ്മുടെ കഫം പൊതിയുന്ന സമയത്ത് ആരും വന്നിട്ട് ഹിജാബ് ഇടണ്ടാന്ന് പറയില്ല. ആ സമയത്ത് എല്ലാവരും നമുക്ക് ആ നിസ്കാര കുപ്പായം ഇട്ട് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. മറ്റുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് പല തവണയും ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും ഹിജാബ് ഇടണ്ടാന്ന്. ആ ഒരു സമയത്ത് മാത്രമായിരിക്കും അവർ പറയാതിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയില്ല നീ ചെറുതല്ലേ, അതുകൊണ്ട് നീ ഈ നിസ്കാര കുപ്പായം, അവൾ ചെറുതല്ലേ, അവൾക്ക് നിസ്കാര കുപ്പായം ഇട്ട് കൊടുക്കണ്ട, അങ്ങനെ ആരും ആ സമയത്ത് പറയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വേണം തീരുമാനിക്കാനായിട്ട്. നമ്മൾ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യണോ, ഹിജാബ് ഇടണോ, നിക്കാബ് ഇടണോ, നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മൾ അള്ളാനെ ബോധിപ്പിച്ചിട്ട് നമുക്ക് ധരിക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ ധരിക്കുക. അത് എന്തായാലും നമുക്ക് എന്താ പറയുക, നിക്കാബ് ഇടാൻ സാധിക്കുമെങ്കിൽ നിക്കാബ് ഇടുക, ഫുള്ളി കവർ ചെയ്തിട്ടിടാൻ പറ്റുമെങ്കിൽ ഫുള്ളി കവർ ചെയ്തിട്ടിടുക, ഹിജാബ് ഇടാൻ പറ്റുമെങ്കിൽ ഹിജാബ് ഇടുക. പിന്നെ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഷോൾ പോലും നേരെ ചൊവ്വ ഇടാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഹിജാബ് ഇടുക, പെട്ടെന്ന് നിക്കാബ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ അടുത്ത് പ്രഷറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഹിജാബാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഷോളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മെല്ലെ കണ്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ 5 വക്ത നിസ്കാരം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 5 വക്ത നിസ്കാരം, ഫറൾ നിസ്കാരം കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ സുന്നത്തുകളിലോട്ട് ഫോക്കസ് ചെയ്യുക. അതേപോലെ ഷോൾ ആണെങ്കിൽ ഹിജാബ് ആക്കുക, പിന്നെ നിക്കാബ് ആക്കുക. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അങ്ങനെ ആക്കുക. പിന്നെ നിക്കാബ് ഇടുന്നതും മാസ്ക് ഇടുന്നതും ഒരേപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് മാസ്കിലാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാസ്ക് ഇടാം. പക്ഷേ എനിക്ക് മാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ തീരെ ശ്വാസം കിട്ടാത്ത പോലെയാണ് തോന്നുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് ഇടുക, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സിംഗിൾ ലെയറിൽ നിക്കാബ്, ഹാഫ് നിക്കാബ്, നോസ് പീസ് ഒക്കെ ഇടുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഓരോരുത്തർക്കും ഓരോരോ കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ഇടുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേറെ മാറാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടൊന്ന് മിനിമൈസ് ചെയ്യാം. അതായത് നമ്മൾക്കുമായിട്ട് അഫോർഡബിൾ ആവുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് സിങ്ക് ആവുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വെറുതെ നമ്മളെ കയറി ചൊറിയുന്ന കുറേ കമ്പനീസ് ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഈ ഈബത്തും നമീമത്തും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളുണ്ടാവുമല്ലോ, മറ്റുള്ളവരുടെ കുഞ്ഞായ്മ കുശുമ്പൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളെയൊക്കെ നമ്മളൊന്ന് മുന്നേ കൂട്ടി മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് മോചനം നൽകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക കേട്ടോ. അപ്പം മെല്ലെ കണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറും. അത് ആളുകൾ ഉണ്ടാക്കി തരുന്ന പ്രയാസങ്ങളാണെങ്കിൽ മെല്ലെ കണ്ട് മാറും കേട്ടോ. പിന്നെ സ്വലാത്ത് അധികരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. സ്വലാത്ത് അധികരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതുപോലെ തന്നെ നമുക്ക് കുറേ പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നീങ്ങിപ്പോകും. അതേപോലെ തന്നെ നമുക്ക് സമാധാനം ലഭിക്കും. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുക, അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും എന്നുള്ളത്. അതേപോലെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ അടുത്ത് മലക്കുൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ആ വ്യക്തിയെക്കുറിച്ച് പ്രശംസിച്ച് പറയും കേട്ടോ, സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിയെക്കുറിച്ച്. അതേപോലെ എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരമാവധി ഖുർആനോത്ത് അധികരിപ്പിക്കുക, സ്വലാത്ത് അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, നമ്മുടെ സുന്നത്തുകൾ അധികരിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് പറ്റുന്നതിൻ്റെ പരമാവധി മെല്ലെ മെല്ലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവരെന്താ പറയുന്നതെന്ന് നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അവർക്ക് നമ്മൾ ഇടുന്ന ഡ്രസ്സിനെയൊക്കെ തൽക്കാലം നേരത്തേക്ക് വിമർശിക്കാനോ അല്ലെങ്കിൽ തൽക്കാലം നേരത്തേക്ക് നന്നായിട്ടുണ്ടാവും എന്ന് പറയാനൊക്കെയാണ് ഒഴിവുണ്ടാവുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പം നമ്മൾ എന്തിട്ടു അല്ലെങ്കിൽ നമ്മൾ ഏത് മോഡൽ ഇട്ടു, നമ്മൾ എത്ര പൈസ ചിലവാക്കി, ഇതൊന്നും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവില്ല. നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് ധരിക്കാമെന്നല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിക്കാബോ ഹിജാബോ ഒന്നും ഇടുകയും വേണ്ട, ഒഴിവാക്കുകയും വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, അതേപോലെ അള്ളാഹുവിനോട് സംസാരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു മാറ്റം ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മാറുക. അതുവഴി നിങ്ങൾക്ക് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നേടിയെടുക്കാനായിട്ട് പറ്റും. എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ഇൻഷാ അള്ളാ ഞാനിപ്പോൾ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാറുക, ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഞാൻ പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ഖബറിലോട്ട് നമ്മൾ മാത്രമേ പോകുള്ളൂ.
അത് കേവലം നമ്മൾ ഹിജാബ് മാത്രം ധരിച്ച് അല്ലെങ്കിൽ നിക്കാബ് മാത്രം ധരിച്ച് ബാക്കി നമ്മൾ കാണിക്കുന്ന എല്ലാം തൊട്ടിത്തരാണെന്നുണ്ടെങ്കിൽ അത് പടച്ചവൻ്റെ കയ്യിലല്ലേ. പിന്നെ നമ്മൾ ഹിജാബ് നിക്കാബ് ഇടുന്നതിൽ എന്താ കാര്യമുള്ളത്? അതേസമയം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ഹിജാബ് ഇടുന്നില്ല എന്നുള്ളൊരു കുറ്റം കൊണ്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൽമ ചെയ്താലും ആ ഒരു കുറ്റം അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹിജാബിന് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹിജാബിന് തീർച്ചയായിട്ടും വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇബാദത്തിനും വാല്യൂ ഉണ്ട്. രണ്ടും കോംപ്രമൈസ് ചെയ്തുകൊണ്ടോ, അതായത് പുറത്ത് കാണുന്ന അപ്പിയറൻസും നല്ലതാക്കുക, നമ്മുടെ ഹൃദയവും നല്ലതാക്കുക. ഒരുപാട് വീഡിയോസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. എനിക്ക് നല്ല തലവേദന ഉണ്ട്, സോ ഞാൻ ഒത്തിരി അങ്ങോട്ട് പറയുന്നില്ല. അസ്സലാമു അലൈക്കും.